ഇന്നിപ്പോൾ നമ്മുടെ ഡേ 8 സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ഇവിടെ ചണ്ഡീഗഡിലാണ്. കൂട്ടുകാരുണ്ടായിരുന്നു, അനികൃഷ്ണൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ രാത്രി ചോറും മീൻകറിയൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. എണീറ്റപ്പോൾ ഇത്തിരി ലേറ്റായി. ഇതിപ്പോൾ ഏകദേശം 8 മണിയോളം ആവാറായി. ഇന്നപ്പോൾ ഞങ്ങൾ എയർ സീറ്റ് മേടിച്ചു. അപ്പോൾ ഇനി മൂടൊക്കെ ഇത്തിരി സുഖം കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ജെറിക്കാൻ മേടിച്ചു. നമുക്ക് മുകളിൽ പോകുമ്പോൾ പെട്രോളിൻ്റെ ഒരു അത്യാവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാനായിട്ട് ജെറിക്കാൻ മേടിച്ചു. പിന്നെ എന്ത് മേടിച്ചേ? പിന്നെ അവനൊരു ഹെൽമെറ്റ് മൗണ്ടും കൂടി മേടിച്ചു. പിന്നെ ഇന്ന് ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ തെർമോ ഫ്ലാസ്കിൽ അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഇന്നിപ്പോൾ പറയാൻ വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തെർമോ ഫ്ലാസ്കില്ലേ, നമ്മളതെപ്പോഴും ചൂടുവെള്ളം ചൂടായിട്ട് വെക്കാനാണ് ഉപയോഗിക്കാറ്. പക്ഷേ ഈ യാത്രയിലൊക്കെ നമുക്ക് ഏറ്റവും സുഖം തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെക്കുന്ന പോലെ വെക്കാനാണ്. ഇത് മിൽറ്റൻ്റെ 1 ലിറ്ററിൻ്റെ തെർമോ ഫ്ലാസ്ക്കാണ്. ഇത് കൊണ്ടിറക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 3 ദിവസം ആയാൽ പോലും ആ തണുപ്പ് പോവില്ല. ചിൽഡ് വാട്ടർ വേണമെന്ന് ഫ്ലാസ്ക് ഫില്ല് ചെയ്യാം. ഒരു ബോട്ടിൽ നീ ക്യാമറ ഓടിച്ചു. 3 ബോട്ടിൽ നിൻ്റെ അധികം വരുവാണ് എൻ്റെ പോസ്റ്റ് ചെയ്യണോ? പോസ്റ്റ് ചെയ്യണ്ട. ഞാൻ ആ തെർമോ ഫ്ലാസ്കിൻ്റെ കേസ് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തു. അത് നമുക്ക് ഈ തെർമോ ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ ഈ തണുത്ത വെള്ളം അതുപോലെ തന്നെ കീപ്പ് ചെയ്യാം. ചൂടുവെള്ളം വെക്കാൻ വേണ്ടി മാത്രം അല്ല. പിന്നെ നമ്മളിതിൽ ഏതാ പിന്നെ നമുക്ക് എക്സ്ട്രാ എന്ന് പറയുന്നത് സപ്ലിമെൻ്റ് ആയിട്ട് ORS നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ORS നമുക്ക് ആവശ്യമുള്ള ഇലക്ട്രോലൈറ്റ് ഒക്കെ തരുന്നതുകൊണ്ട് നമുക്ക് ഡീഹൈഡ്രേഷൻ ഒരുപാട് ഒഴിവാക്കാൻ പറ്റും. നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3 മണിക്കൂറൊക്കെ കൂടുമ്പോൾ ഒരു ORS കലക്കും. എന്നിട്ട് അതിലേക്ക് തണുത്തോളം മിക്സ് ചെയ്യും. എത്ര ചൂടിൽ പോയാലും നമുക്ക് തണുത്തോളം കുടിക്കാം. അപ്പോൾ ദൂരയാത്ര ചെയ്യുമ്പോൾ തെർമോ ഫ്ലാസ്കിൽ ചിൽഡ് വാട്ടർ കൊണ്ടിറങ്ങുന്ന പരിപാടി ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് ഉദ്ധംപൂർ പിടിക്കുക എന്നുള്ളതാണ്. ജമ്മു കാശ്മീരിനോട് ചേർന്ന് ഇവിടുന്ന് ഒരു 360 കിലോമീറ്ററോളം വരുന്നത്. അപ്പോൾ അതാണ് ഡേ 8 വിശേഷങ്ങൾ. അപ്പോൾ കാണാം.